എന്താണ് വേർഷൻ കൺട്രോൾ എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യലി കുറച്ച് കോഡേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറേശ്ശെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോഡായി വരും. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തോന്നുകയാണ് ഓക്കെ പഴയ കോഡ് വേണം, ഇന്നലെ എഴുതിയ കോഡായിരുന്നു നല്ലത്, ഇന്നത്തെ കോഡ് അത് കുറച്ച് തെറ്റുണ്ട്, അല്ലെങ്കിൽ അത് ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ ആ ഫീച്ചർ ഇപ്പോൾ നമ്മൾ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു 10ാമത്തെ ലൈനിലെ കോഡാണ് എഡിറ്റ് ചെയ്യുന്നത്. ആ എഡിറ്റ് ചെയ്യുന്ന കോഡ് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് നഷ്ടപ്പെട്ടു, പിന്നെ ആ കോഡ് കിട്ടൂല. നമ്മൾ കൺട്രോൾ സെറ്റൊക്കെ അടിച്ച് കിട്ടാൻ ഒരു പരിധി ഉണ്ടല്ലോ, അതൊന്നും സേവ് ആയി കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങൾ കുറച്ച് കൂടുതൽ കോഡ് എഴുതുമ്പോൾ അത് നമ്മൾ പുഷ് ചെയ്ത് വെക്കും, ഇങ്ങനെ ഗിറ്റബിലോട്ട് പുഷ് ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ അതിൽ പ്രത്യേക വേർഷൻസ് ഗിറ്റബ് കീപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ പഴയ വേർഷൻ വേണ്ടത് ആ സമയത്ത് ഗിറ്റബിന്ന് ആ ഒരു ലിങ്ക് നമുക്ക് ചെക്കൗട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളെ കോഡ് പഴയതാവും, അയച്ചിട്ട് പുതിയ കോഡ് നഷ്ടപ്പെടില്ല, അതോടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കീപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്നുള്ളത്. ഇതിന് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗിറ്റബ് തന്നെയാണ്.